ഹായ് ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഫാത്തിമത്തുരുത്ത് എന്ന് പറയുന്ന കവിതാ ഭാഗമാണ്. അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ കാഴ്ചകളും വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കവിതയാണ്. ഇവിടെ ഒരു തുരുത്തിലെ അനുഭവങ്ങളും ഫാത്തിമത്തുരുത്ത് എന്ന് പറയുന്ന ആ സ്ഥലത്തെ, കവിയുടെ കൊല്ലം പട്ടണത്തിലുള്ള സുന്ദരമായ ഒരു സ്ഥലത്തെ ഒരു ഫാത്തിമത്തുരുത്തിൻ്റെ കാഴ്ചകളും അനുഭവങ്ങളുമാണ് ഇവിടെ കവിതയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ കവിതയിലേക്ക് പോകാം. ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം, രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം, പൂക്കളോട് പൂക്കളെ തിരക്കണം, രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം. ഈ 4 വരിയിൽ എന്താ പറയുന്നത്? രാത്രിയിൽ അല്ലേ, സുന്ദരമായിട്ടുള്ള ആ ഒരു ഫാത്തിമത്തുരുത്തിലേക്ക് ഒന്ന് പോകണം എന്ന് പറഞ്ഞിട്ടാണ് കവിത ആരംഭിക്കുന്നത്. രാത്രി വഞ്ചിയിലൂടെ നിലാവ് കണ്ടിട്ട് അങ്ങനെ യാത്ര ചെയ്യണം, പൂക്കളോട് പൂക്കളെ തിരക്കണം അല്ലേ. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? നമ്മൾ കണ്ട് മുട്ടുന്നവരോട് അന്വേഷണം നടത്തുകയാണ്. അപ്പോൾ അതുപോലെ പൂക്കളോട് തന്നെ അന്വേഷണങ്ങൾ തിരക്കുകയാണ്. രാക്കിളിക്ക് കൂട്ടുപാടണം, രാത്രി ഉള്ള ആ കിളിക്ക് കൂട്ടുപാടിക്കൊണ്ട് അങ്ങനെ രാത്രി വഞ്ചിയിൽ നിലാവ് കണ്ട് അങ്ങനെ പോകണം എന്നാണ് കവി ഈ 4 ലൈനിലൂടെ പറയുന്നത്. അടുത്തത് നോക്കാം. കായലിൽ കിനാവ് കണ്ട് പായുമാ പായൽ മാലയിട്ട കൊപ്ലി മീനിനെ അല്ലേ. ആ ഒരു പ്രദേശത്തെ മീനിൻ്റെ ഒരു വിളിപ്പേരാണ് കൊപ്ലി മീൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ്, കായലിൽ കിനാവ് കണ്ട് നടക്കുന്ന ഈ കൊപ്ലി മീനിനെ പായൽ മാലയിട്ട് അല്ലേ പിടിക്കുന്ന ആളുകളുണ്ട് അവിടെ. മനുഷ്യൻ്റെ 2 ഭാഗമാണ്, പ്രകൃതിയെ നശിപ്പിക്കുന്ന ആളുകളും പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് വരുന്ന ആളുകളുണ്ടാകും. 2 ഭാഗങ്ങളായിട്ടുള്ള വിഭാഗം ആളുകളാണ്. അപ്പോൾ ഈ മീനിനെ പിടിക്കുന്നതെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പുഴയിലുള്ള ഈ കൊപ്ലി മീനിനെ പിടിക്കുന്ന ആളുകളെ എന്താണ്, ആ പ്രകൃതിയെ നശിപ്പിക്കുന്ന ആളുകളായിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മീനിനെ പിടിക്കുന്ന ആളുകളെ കാണണം. പൂനിലാവല വിരിച്ചിണക്കുവാൻ ഫാത്തിമത്തുരുത്തിലൊന്ന് പോകണം അല്ലേ. അങ്ങനെ കായലിൽ കിനാവ് കണ്ട് പായുന്ന ആ മീനിനെ, കൊപ്ലി മീനിനെ പായലിട്ട് പിടിക്കുന്ന ആളുകളോട് എന്താണ്, പൂനിലാവല വിരിച്ചിണക്കുവാൻ അവരോട് പറയാൻ, പ്രകൃതി സംരക്ഷണത്തിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഫാത്തിമത്തുരുത്തിൽ പോകണം എന്നാണ് അടുത്ത ലൈനിലൂടെ പറയുന്നത്. അടുത്തത് നോക്കാം. മുള്ളുവേങ്ങകൾ മഴപ്പെരുമ്പറ മുന്നണിച്ചെടിക്കു ചൊല്ലിയാടുമ്പോൾ പട്ടണം പറന്നു കണ്ട പക്ഷിയായി ഫാത്തിമത്തുരുത്തിലൊന്ന് പോകണം. പിന്നെ എങ്ങനെ പോകണം? മുള്ളുവേങ്ങകൾ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെയുള്ള ചെടികളാണ് അല്ലേ, തുരുത്തിലുള്ള വൃക്ഷങ്ങളാണ്, മുള്ളു കൂടുതലുള്ള ഒരു തരം വൃക്ഷങ്ങൾ. അതുപോലെ എന്താണ്, മഴപ്പെരുമ്പറ, മഴത്തിൻ്റെ പെരുമ്പറ മുഴുകുന്നുണ്ട് ആ സമയത്ത് അല്ലേ. കാറ്റും ശക്തിയായിട്ട് ഇളകിയാടുന്ന ആ സമയത്ത് മുന്നണിച്ചെടികൾ ചൊല്ലിയാടുമ്പോൾ, മുന്നണിച്ചെടികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് പച്ചകളൊക്കെ ഇല്ലേ, അങ്ങനത്തെയുള്ള ആ ചെടികളൊക്കെ എന്താണ്, ഈ ഒരു മഴപ്പെരുമ്പറയിൽ ചൊല്ലിയാടുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കഥകളിയിലെ ഒരു ചൊല്ലിയാട്ടമാണ്. ഇങ്ങനെ അരക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ ആടുക, അങ്ങനെ ആടുന്നുണ്ട് അല്ലേ ഈ ചെടികളൊക്കെ. പട്ടണം പറന്നു കണ്ട പക്ഷിയായി, പട്ടണം പറന്ന് കണ്ടിട്ടുള്ള ഒരു പക്ഷിയായിട്ട് എനിക്ക് ഫാത്തിമത്തുരുത്തിലൊന്ന് പോകണം എന്ന് കവി പറയുകയാണ്. പട്ടണം എന്താണ് വികസനം വന്നിട്ടാണ് അല്ലേ, പ്രകൃതിയെ നശിപ്പിച്ച് അവിടെ ബിൽഡിങ്ങൊക്കെ വന്ന് ആ ഒരു കാഴ്ച കണ്ടുവരുന്ന ഒരു പക്ഷിയായിട്ട് എനിക്ക് ഫാത്തിമത്തുരുത്തിലേക്കൊന്ന് വരണമെന്ന് കവി പറയുകയാണ്. അടുത്തത് നോക്കാം. രോഗബാധിതർ കിടന്നലറുമാ കൂരകൾക്കു കൈവിളക്ക് നൽകുവാൻ ജീവിതൌഷധം നിറച്ച സ്നേഹമേ ഫാത്തിമത്തുരുത്തിലൊന്ന് പോകണം അല്ലേ. ഈ ഫാത്തിമത്തുരുത്തിൽ ആരൊക്കെയുണ്ട്? രോഗബാധിതർക്ക് അല്ലേ, രോഗബാധിതർ കിടന്ന് അലറുന്നുണ്ട്, രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് അല്ലേ. അവർക്ക് എന്താണ്, പട്ടണത്തിലേക്ക് പോകണമെങ്കിൽ ഈ കുറേ കഷ്ടപ്പാടുകളാണ്. കൂരകൾക്ക് കൈവിളക്ക് നൽകുവാൻ, അങ്ങനെ രോഗബാധിതർ കിടന്ന് അലറുന്ന ആ വീടുകളിലുള്ള രോഗബാധിതർക്ക് സഹായമേകാനും ജീവിതത്തിന് ആശ്വാസം നൽകാനും എനിക്ക് ഫാത്തിമത്തുരുത്തിലൊന്ന് പോകണമെന്ന് കവി പറയാണ്. ജീവിതൌഷധം നിറച്ച സ്നേഹമേ അല്ലേ, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഒരു ഔഷധമാണ്. അപ്പോൾ അതിനു വേണ്ടി, എനിക്ക് ജീവിതത്തിന് ആശ്വാസം നൽകാൻ വേണ്ടി ഫാത്തിമത്തുരുത്തിലൊന്ന് പോകണം എന്ന് കവി പറയുകയാണ്. അടുത്ത വരികൾ നോക്കാം. പാറി വന്ന സെപ്റ്റംബർ മുകിലുകൾ 4 ദിക്കിലും കറുത്ത കോട്ടയായി തീക്കുടക്കകളുടെ അന്തിക്കുമേ ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം.
എന്താണ് പറയുന്നത്, പാറി വന്ന സെപ്റ്റംബർ മുകിലുകൾ. സെപ്റ്റംബർ മാസത്തിൽ എന്താണ് മഴയുടെ ഭീതി ഉയർത്തുന്ന അനുഭവമാണ് അവിടെ ഉള്ളത് അല്ലേ. സെപ്റ്റംബറിൽ ആ ഇടിയും മഴയും ഒക്കെ ആയിട്ട് വരുന്ന ആ മുകിലുകൾ, കാർമേഘങ്ങൾ 4 ദിക്കിലും കറുത്ത കോട്ടയായിട്ട് നിൽക്കുകയാണ്. തീക്കുടുക്കകളുയർക്കുമന്തിയിൽ അല്ലേ, ഫാത്തിമ തുരുത്തിലൊന്ന് പോകണം അല്ലേ. അങ്ങനെയുള്ള ആ 4 ദിക്കിലും കറുത്ത കോട്ടയായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് ആ തീക്കുടുക്കുകളുള്ള അത്രയും ഭീകരമായിട്ടുള്ള ആ ഒരു സെപ്റ്റംബർ മാസത്തിൽ അല്ലേ എനിക്ക് ഫാത്തിമ തുരുത്തിലേക്ക് പോകണം. പൂച്ചകൾ അനാഥരാൻ നായകൾ കാത്തിരിക്കുമീർപ്പുള്ള പൊന്തയിൽ രാത്രി മഞ്ഞു മാക്സിയിൽ വിറയ്ക്കുമ്പോൾ ഫാത്തിമ തുരുത്തിലൊന്ന് പോകണം. എന്താണ് പറയുന്നത്, ഈ സെപ്റ്റംബർ മാസത്തിൽ അതിജീവിക്കാൻ വേണ്ടിയിട്ട്, ശൈത്യകാലത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് എന്താണ് പൂച്ചകളൊക്കെ പതുങ്ങിയിരിക്കുന്നുണ്ട് അല്ലേ. അതൊക്കെ അതിജീവിക്കാൻ ആ ഒരു തണുപ്പുള്ള സമയത്തുള്ള അവിടെയുള്ള ആളുകളുടെ കഷ്ടപ്പാടിനെയാണ് പറയുന്നത്. അതിനൊക്കെ ആശ്വാസം നൽകാൻ വേണ്ടിയിട്ട് എനിക്ക് ഫാത്തിമ തുരുത്തിലേക്ക് പോകണമെന്ന് കവി പറയുകയാണ്. വേനലിൻ്റെ മുഷ്ടിയിൽ കയ്യൊന്നികൾ പാനശീലവും തെതിച്ചുറങ്ങുമ്പോൾ കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ ഫാത്തിമ തുരുത്തിലൊന്ന് പോകണം അല്ലേ. വേനൽക്കാലത്ത് എന്താണ്, വേനൽക്കാലത്ത് അവിടെ ദാരിദ്ര്യമാണ് അല്ലേ. അവർ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഭയങ്കര. പാനശീലം എന്ന് പറഞ്ഞാൽ എന്താ, കുടിവെള്ളം. അവർ വേനൽക്കാലത്ത് തുരുത്ത് സ്വയം ജീവിതം കഷ്ടപ്പാടുകൾ ഭരിക്കുകയാണ്. അപ്പോൾ അവർ സ്വയം അറിഞ്ഞിട്ട് തന്നെ സ്വീകരിച്ച ഒരു കഷ്ടപ്പാടാണിത്. ആ തുരുത്തിലുള്ള ജനങ്ങൾ സ്വയം അറിഞ്ഞിട്ട് ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ അറിഞ്ഞിട്ട് എന്താണ് അവൻ വെള്ളം കുടിക്കാനുള്ള ആ ശീലം ത്യജിച്ചു അല്ലേ. കുടിവെള്ള പ്രശ്നമാണ് ആ തുരുത്തിലുള്ള മെയിൻ പ്രശ്നം. അപ്പോൾ അവരെന്ത് ചെയ്തു, സ്വയം ഈ വേനൽക്കാലത്ത് ആ കുടിവെള്ള ശീലം ത്യജിച്ചു, അവരതിൽ ആ ജീവിതവുമായിട്ട് പൊരുത്തപ്പെട്ടു അല്ലേ. അങ്ങനെയുള്ള സമയത്ത് ഫാത്തിമ തുരുത്തിലേക്കൊന്ന് പോകണം എന്ന് പറയാണ്. അടുത്ത ലാസ്റ്റ് വരി, ഭൂമിയെ പുണർന്ന കുഞ്ഞു പുല്ലുകൾ പൂവണിഞ്ഞു തേനുറഞ്ഞു നിൽക്കുമ്പോൾ പ്രാണനിൽ മുഖം പൊതിച്ച വേവുമായി ഭാവന തുരുത്തിലൊന്ന് പോകണം അല്ലേ. ഭൂമിയെ പുണർന്ന കുഞ്ഞു പുല്ലുകൾ, എങ്ങനെയൊക്കെയാണെങ്കിലും ഭൂമിയിൽ പതിഞ്ഞു നിൽക്കുന്ന കുറേ അല്ലേ പുല്ലുകളുണ്ട്. ജീവിതത്തെ അവിടുത്തെ എന്താണ് ജീവപ്രാണനായിട്ട് ഓരോ ജീവജാലകങ്ങളിലെ കാഴ്ചയും അവസ്ഥയൊക്കെ മനസ്സിനെ നടുക്കിയ കാര്യങ്ങളാണ് അല്ലേ. എന്നിരുന്നാൽ പോലും പ്രതീക്ഷയുടെ കിരണങ്ങൾ അവിടെ ഉണ്ട്. അതാണ് പറഞ്ഞത്, ഭൂമിയെ പുണർന്ന ആ പുല്ലുകൾ ഇപ്പോഴും അവിടെയുണ്ട്. പൂവണിഞ്ഞ് തേനുറഞ്ഞു നിൽക്കുമ്പോൾ അല്ലേ, അതൊരിക്കലും പൂവണിഞ്ഞ് തേനുറഞ്ഞു നിൽക്കും. പ്രാണനിൽ മുഖം പതിച്ച വേവുമായി ഭാവന തുരുത്തിലൊന്ന് പോകണം അല്ലേ. പ്രതീക്ഷയുടെ കിരണങ്ങളോടെ ആ ഭൂമിയിൽ പതിച്ച ഇനിയും ആ തുരുത്തിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ആ പൂക്കളൊക്കെ ഉണരും. അങ്ങനെയുള്ള ഇല്ലായ്മയിലും ജീവിതത്തിൽ കരുത്തറിഞ്ഞത് ആയിട്ടുള്ള ആ ഒരു ഫാത്തിമ തുരുത്തിലേക്ക് ഭാവനയിൽ എന്താണ് ഇനി അത് വരും കാലങ്ങളിൽ ഈ ഫാത്തിമ തുരുത്ത് ഒരു ഭാവനയായിട്ട് മാറുമോ എന്താകുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ തുരുത്തിലേക്ക്, ഭാവന തുരുത്തിലേക്കൊന്ന് പോകണം എന്ന് കുരീപ്പുഴ ശ്രീകുമാരൻ കവിതയിലൂടെ അദ്ദേഹം തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് കവിതയുടെ ആശയം. വീഡിയോ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓൾ ദി ബെസ്റ്റ്.